ലീല ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ മാസം 2-ാം തീയതിയായി. സ്കൂളൊക്കെ തുറന്നു, മഴയൊക്കെ മാറി, വെയിലൊക്കെ ഉദിച്ചു വരുന്നുണ്ട്, അന്തരീക്ഷമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. എന്താണേലും ഇന്ന് കുഞ്ഞിയും ഒക്കെ സ്കൂളിലേക്ക് പോകാനുള്ള പരിപാടികൾ എഴുന്നേറ്റ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്കാണെങ്കിലും ഇന്ന് മഴയൊക്കെ മാറിയതുകൊണ്ട് വെളിയിലൊക്കെ ഇറങ്ങി അത്യാവശ്യം ജോലികൾക്കൊക്കെ പോകാനുള്ള സംവിധാനം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളെ കണ്ണാപ്പി രാവിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ചാടി എഴുന്നേറ്റിട്ടുണ്ട്. നേരം വെളുത്തു. അപ്പോൾ കുഞ്ഞി സ്കൂളിൽ പോകാനുള്ള പിന്നെ അവന് വിശക്കുന്നില്ലേ? കണ്ടോ? രാവിലെ കുഞ്ഞല്ലേ, അവന് വിശക്കുന്നുണ്ടായിരിക്കും. കഴിക്കട്ടെ കഴിക്കട്ടെ. ഇന്ന് ഇവനെ കുഞ്ഞിയുടെ കൂടെ സ്കൂളിൽ വിടുവോ? 1-ാം ക്ലാസ്സിൽ ചേർക്കും. അതാ പറഞ്ഞേ. ഇതിനെ അഴിച്ചു വിട്ടോട്ട് പോകത്തുമില്ല. എവിടെ പോവാൻ? പെരയുടെ മണ്ടല്ല അതിന്റെ കൂടെ ഇരിക്കുന്നത്. രാവിലെ മുറ്റം തൂക്കാൻ തീരുമാനിച്ചെന്ന് തോന്നുന്നു. മഴ മാറിയും തോന്നുന്നു, ചെറുതായിട്ടൊരു വ്യത്യാസം പോലെ തോന്നുന്നുണ്ട്, തെളിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടൊന്ന് തൂത്തേക്കാം. എന്തേലും ഇലയാന്ന് നോക്കിയേ, ഒരാൾ തൂത്താന്നും തീരത്തില്ല. കുറച്ച് ഭാഗം തൂത്തിട്ടങ്ങ് കയറി പോണേ, ബാക്കിയാകുമ്പോൾ തൂത്തോളൂല്ലോ. വെയിൽ തെളിഞ്ഞിട്ട് തൂക്കാന്ന് എന്നോട് പറഞ്ഞേ, പക്ഷെ ഇനിയും കുറച്ച് കഴിയുമ്പോഴത്തേനും വെയിൽ പോയെന്നെ. അതുകൊണ്ടങ്ങ് തൂത്തേക്കാം. അതെ, ഇതിങ്ങനെ ഒത്തിരി ദിവസത്തെ കിടന്നുകൊണ്ടുണ്ടല്ലോ, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചേ കിടക്കും. അതുകൊണ്ടത് ഈ ഇച്ചിരി നല്ലപോലെ വെയിൽ തെളിഞ്ഞിട്ടാണ് തൂക്കാൻ എളുപ്പമുണ്ട്. പക്ഷെ അന്നേരത്തേനും മഴ പെയ്ത തന്നെ ചെയ്യും, എടുക്കും. ഇനി കുഞ്ഞെ സ്കൂളിൽ വിടണ്ടേ? കുഞ്ഞ് എഴുന്നേറ്റ് അവിടെ ഇരിപ്പുണ്ട്. ഒത്തിരി ചപ്പ് വീണിട്ടുണ്ട്. കാറ്റും മഴയും കാരണം ഒരു രക്ഷയില്ലായിരുന്നു. ഒരാഴ്ചത്തെ കലാപരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പോലെ തൂത്താൽ നാളെ തീരുമാനിക്കുമെന്ന് തോന്നുന്നു. ഏലമൊക്കെ ഒത്തിരി ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. മഴയത്ത് ഏലം ഭയങ്കരമായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള പറമ്പുകളെല്ലാം ഒത്തിരി ഒടിഞ്ഞു. നമ്മുടെ ഇതിനകത്ത് നിൽക്കുന്നതൊന്നും വലിയ കാര്യമായിട്ട് പോയിട്ടില്ല. പക്ഷേ കാറ്റ്, പടിഞ്ഞാറൻ കാറ്റടിച്ചെടുത്ത് ഇടുക്കിയിലെ ഈ പ്രാവശ്യത്തെ ഏലകൃഷിക്കാർക്കൊക്കെ വൻ നഷ്ടമാണ് വന്നേക്കുന്നത്. ഒത്തിരി തോട്ടങ്ങൾ നശിച്ചു പോയി. കഴിഞ്ഞ വർഷം വെയിലായിട്ട് പോയി, ഈ വർഷം മഴയായിട്ട് കളഞ്ഞു. ഇതേതായാലും തൂത്ത് തീരണമെങ്കിൽ മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ. നടുവേദനയായിരിക്കും. അതെ, ഇനി വീഴാൻ മരത്തെ ഇല ബാക്കിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ പോലല്ലേ. ഉണ്ടായിരുന്ന വീഴാവുന്ന എല്ലാം കാറ്റത്ത് വീണിട്ടുണ്ട്. ഇനി നിൽക്കുന്നതൊക്കെ അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഉടനെയെങ്കിലും വീഴുവല്ലെന്ന് തോന്നുന്നു. രാവിലെ എഴുന്നേറ്റ് ശാപ്പാടെല്ലാം കഴിഞ്ഞോ? സ്കൂളിലോ? അതിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അതില്ലാതെ ചേർക്കുക ആണോ? കണ്ണാപ്പി വേടാ, കണ്ണാപ്പി ഇതേ പോന്നു. അവൻ രാവിലെ എക്സസൈസ് ചെയ്യുവാടാ. രാവിലെ ഹിൽ ക്ലൈമ്പിംഗ് ഒക്കെ അവൻ്റെ എക്സസൈസ്. വാ വാ വാ, ഓയ്യടാ വാ വാ. രാവിലെ സ്കൂളിൽ പോകണം. പോണോ? ഇതേടാ കുഞ്ഞിയുടെ കൂടെ പൊക്കോ കേട്ടോ. പൊക്കോ. എന്നെ പരിപാടി? പഴം അടിച്ചോ? പഴം ഷാപ്പിട്ടോ? ഷാപ്പിട്ടോ? നീ പോകുമ്പോൾ ഇവനെ കൂടെ കൊണ്ടുപോ കേട്ടോ. അങ്ങനെ കൊണ്ടുപോകണ്ട കേട്ടോ. നോക്കി ഇരിക്കുന്നുണ്ടോ? പിന്നെ അന്വേഷിച്ച് ആരും വന്നു? ആരെങ്കിലും വരുമായിരിക്കും അല്ലേ? മഴയൊക്കെ പോയതുകൊണ്ട് ഇനിയിപ്പോൾ ആൾക്കാർ വരുമായിരിക്കും. അടങ്ങിയിരിക്കുകയല്ല, അതിലെല്ലാം ചാടി മറിഞ്ഞ് നടക്കുക. വാ, അവനധികം വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, ശകലമല്ലേ ഉള്ളൂ, 25 ഗ്രാം. വാടാ.
അവൻ രാവിലെ എഴുന്നേറ്റ് 2 മണിക്കൂർ അയിലും ചാട്ടം മറിച്ചിലും എല്ലാം കഴിഞ്ഞ് ഉറക്കം വന്നപ്പം നേരെ തോളെ വന്ന് കയറിയിരിക്കുക. ഇനി അവിടെ ഇരുന്ന് ഉറങ്ങും. അവൻ്റെ വിശ്രമ സ്ഥലമാണ്. അച്ഛൻ അണ്ണാനൊക്കെ ഉറക്കിക്കൊണ്ടിരുന്ന സ്കൂളിൽ പോറേ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ആ എന്നാൽ പോയി കുളിച്ചിട്ട് വാ. എന്നായി തീരാറായോ? തീരാറായില്ല, പകുതിയായി കാണുമായിരിക്കും. 1.5 മണിക്കൂറായി തുടങ്ങിയിട്ട്. ഇനി ഒരു 1.5 മണിക്കൂറോടെ പണിത് ചിലപ്പോൾ തൂത്ത് തീരുമായിരിക്കും. ഒരു കാര്യം ചെയ്യാം, കുഞ്ഞെ ഒരിക്കൽ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ടേ ബാക്കി നോക്കാം. അച്ഛമ്മച്ചി കാപ്പി വെച്ച് സ്കൂളിൽ പോകാറായി. ഞാൻ കപ്പ ഇളക്കുവാ. അമ്മ ഇവിടെ നെയ്യ് ഒഴിച്ച് ദോശ ഇടുന്നു. അമ്മ ഒരെണ്ണം മതിയേ? അതിനാ സമയമായി. എന്നാ പറ്റാനാ? മതി, ഒരെണ്ണം മതി. വിശക്കുന്നില്ല. ഇന്ന് കുറച്ച് സമയമാണോ ഉള്ളായിരിക്കും അല്ലേ? ഉച്ച വരെ കാണത്തുള്ളൂ. ഉച്ച വരെ ഉണ്ടാവും. ഉച്ചവരെയൊക്കെ കാണും. ഉച്ചവരെ ഇരിക്കണ്ടേ? ഉച്ചയാകുമ്പോൾ വിടത്തില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ സ്കൂളിൽ വിട്ടിട്ട് നമുക്ക് ആ വഴി അല്ലേ? ഒന്ന് പറയുമ്പോൾ ഇപ്പോൾ സമയം കിട്ടുമെന്ന് നോക്കട്ടെ. കുറേ ദിവസം കൂടി വെയിൽ തെളിഞ്ഞോണ്ടേ തുണി കഴുകാനും ഉണങ്ങാനും എല്ലാം ഉണ്ട്. ആ എന്നാൽ പിന്നെ ഇവനെ ആദ്യം സ്കൂൾ ബസ്സിൽ വിട്ടേക്കാം. എന്നാൽ കാപ്പി കുടിച്ചു നോക്കാം. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉച്ച കഴിഞ്ഞിട്ട് പോകാം. ആ ഓക്കെ. അച്ചമ്മച്ചിയാണ് ഇടയ്ക്കെല്ലാം പറമ്പിൽ പോകണമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അവിടെ മഴയും പെയ്ത് എല്ലാം പോയെന്നും പറഞ്ഞ്. ആ ഏലമൊക്കെ ഉണ്ടോ, ഒടിഞ്ഞോ, കാറ്റ് എങ്ങനെ പിടിച്ചെന്നൊന്നും അറിയത്തില്ലല്ലോ. മരം ഒടിച്ചിട്ടോ? ആ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പോയി നോക്കാം. എല്ലായിടത്തും ഒത്തിരി ഏല ഒടിച്ചിട്ടുണ്ട്. ആ ഇന്നലെ കണ്ടില്ലേ ഏലം ഓരോരുത്തരുടെ എന്തെങ്കിലും ഒടിച്ചിട്ടേക്കുന്നത്. വേണ്ട, അവൻ പഴം തിന്നോ? പയറ് അറിഞ്ഞിരിക്കുവോ? അതുകൊണ്ടാണ്. ഇനി എങ്ങനെയുണ്ട് ദോശ? കൊള്ളാം, നല്ല. ആ പാലുണ്ടോ? വേണ്ട, ഇനി സമയമില്ല. സമയമില്ല, ബസ് വരാറായില്ലേ? സ്കൂൾ തുറന്നാലേ ഇന്ന് സമയം 2 മാസമായി നമ്മൾ പോയില്ലേ അല്ലേ? കാപ്പി കുടിക്കാൻ 10 മണിക്ക് 8 മണിയാകുമ്പോൾ 9 കാപ്പി കുടിക്കാൻ 10 മണിയാകട്ടെ. 10 മണിയാകട്ടെ. അതായത് രാവിലെ ഒന്ന് ആഹാരം കഴിച്ചില്ല വേണ്ടെന്ന് വിശപ്പ് മാത്രം. പെട്ടെന്ന് കഴിച്ച് ചെന്നിട്ടോ. ആ സ്കൂളിൽ പോയിട്ട് വരാം. പൊക്കം വെച്ചു. ടാറ്റ. 8ാം ക്ലാസ്സുകാരന് പൊക്കം വെച്ചു. ടാറ്റ. 2 മാസം കഴിഞ്ഞ് കുഞ്ഞ് കൂട്ടുകാരെയൊക്കെ കാണാൻ പോവല്ലേ കുഞ്ഞ്? ഓ, കുഞ്ഞ് വരുന്നിടം വരെ ഞങ്ങളിനി എങ്ങനെ ഇരിക്കും? കുഞ്ഞില്ലാതെ ഒന്നും വേണ്ട. എന്നാ പോയിട്ട് വാ. അമ്മയും വരുന്നുണ്ടോ? ആ അങ്ങനെ ഇരുപ്പറപ്പിക്കുന്നില്ലേ? ആണോ? അപ്പോൾ സ്കൂൾ ബസ് വരുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. കണ്ടോ, നല്ല ഇന്ന് കണ്ടോ എങ്ങനെയുണ്ടോ? ആകാശമൊക്കെ ഉണ്ടോ? നല്ല രസമല്ലേ കാണാൻ അല്ലേ? കുഞ്ഞിയുടെ ബസ് വരുന്നുണ്ട്, കയറിക്കോ.